കറന്റ്ലി കുറച്ച് സിനാരിയോസ് നടന്നത് കൊണ്ട് നമ്മള് ആ അപ്ഡേറ്റ് പുഷ് ചെയ്യത്തില്ല. ഓക്കെ, കറന്റ്ലി ഇനി മുതൽ ഉം, ഇനി മുതൽ എക്സലാൻഡിസിൽ കളിക്കണമെങ്കിൽ പോലും ഏജ് എന്ന് പറയുന്നത് 18. പക്ഷേ നമുക്ക് അത് അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മുടെ ലോങ് റണ്ണിന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ. നമുക്ക് ആരെയും കളിപ്പിക്കേണ്ടെന്നില്ല, ബട്ട് കുറച്ച് ലീഗൽ ഇഷ്യൂസും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് നമുക്ക് ഇനി മുതൽ എക്സ്ലാൻഡിസിൽ കളിക്കുന്ന എല്ലാ പ്ലേയേഴ്സിന്റെയും ഏജ് 18 മുകളിലായിരിക്കണം. ഈ ഒരു സിനാരിയോസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക്, അതായത് ഗ്യാങ്, വെദർ ഗ്യാങ് ഓർ സിറ്റിസൺ ഓർ എന്തും ആയിക്കോട്ടെ, ഇനി മുതൽ എക്സ്ലാൻഡിസിൽ കളിക്കണമെങ്കിൽ വയസ്സ് 18 മുകളിലായിരിക്കണം. 18 താഴെയുള്ള ആർക്കും ഇനി എക്സ്ലാൻഡിസ് കളിക്കാൻ സാധിക്കില്ല. അത് വേറൊന്നും കൊണ്ടല്ല, കുറച്ച് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ആർക്കൊക്കെ അറിയാമെന്ന് നമുക്കറിയത്തില്ല. നമുക്ക് ലോങ് റൺ ആണ് നമുക്ക് നോക്കാൻ പറ്റുക. അതുകൊണ്ട് നമുക്ക് ലോങ് റണ്ണിൽ നമുക്ക് ഫീസിബിൾ ആയിട്ടുള്ളത് 18+ എന്ന് പറയുന്ന ഒരു പേജ്, അല്ലെങ്കിൽ 18+ എന്ന് പറയുന്ന ഒരു സാധനമായിരിക്കും ഇനി മുതൽ എക്സ്ലാൻഡിസ് ഉണ്ടായിരിക്കുക. 18 വയസ്സിൽ കുറഞ്ഞ ആർക്കും ഇനി എക്സ്ലാൻഡിസ് കളിക്കാൻ സാധിക്കില്ല. നമ്മൾ അണ്ടർ ഏജ് ആയിട്ടുള്ള ആൾക്കാരെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് അവരുടെ വൈറ്റ് ലിസ്റ്റ് റിവോക്ക് ആക്കുന്നതായിരിക്കും. ആർക്കും ബാനും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കത്തില്ല. ഗൈസ്, നിങ്ങൾ വേറൊന്നും കൊണ്ടല്ല, നമുക്കിതൊരു ഹെവി ഹാർട്ടിലാണ് നമുക്ക് ചെയ്യേണ്ടി വരുന്നത്, അത് നമുക്കറിയാം. ബട്ട് ആസ് പെർ ഇന്ത്യൻ റൂൾസ്, ഈ പറയുന്ന ഗെയിം കളിക്കുന്ന എല്ലാവരുടെയും ഏജ് 18 മുകളിലായിരിക്കണം. നമ്മൾ ആരെയും ഈ പറയുന്നത് പോലെ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യാനൊന്നും നമ്മൾ ശ്രമിക്കുന്നതല്ല. ബട്ട് ഏജ് എന്ന് പറയുന്ന ഒരു കാര്യം വളരെ എന്താണ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇനി മുതൽ എക്സ്ലാൻഡിസ് എന്ന് പറയുന്ന ഒരു സെർവറിൽ കളിക്കണമെങ്കിൽ ഏജ് 18 മുകളിലായിരിക്കണം. അതേപോലെ തന്നെ നമ്മള് ഇപ്പൊ ഒരു റീവൈൽ ലിസ്റ്റ് പുഷ് ചെയ്യും. അതായത് എല്ലാവർക്കും ഏജ് വെരിഫൈ ചെയ്യാൻ വേണ്ടിട്ട് ഒരു ടൈം പീരീഡ് നമ്മൾ കൊടുക്കും. ഇതിന് നമ്മൾ ഫോം ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ആ ഫോം ക്രിയേറ്റ് ചെയ്ത് ഒരു 14 days വരെ നിങ്ങൾക്ക് ടൈം ഉണ്ടാവും നിങ്ങളുടെ ഏജ് വെരിഫൈ ചെയ്ത് നിങ്ങൾ 18 ആണ് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. ആ ടൈം പീരീഡിനുള്ളിൽ നിങ്ങൾ ഏജ് വെരിഫൈ ചെയ്ത് ഉറപ്പുവരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാം. അണ്ടർ ഏജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇവിടെ എക്സ്ലാൻഡിസിൽ കളിക്കാൻ പറ്റില്ല. ഓക്കെ, ഇത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. ഇത് 18+ മസ്റ്റ് ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ അത് ചെയ്യാതിരിക്കാൻ നമുക്ക് പോസിബിൾ അല്ല. അത് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ, സബ് മിസ്സായോ? ഒരു സെക്കൻഡ്. Rambo bro, thank you for so much for the subscription again. Thank you for the gift, VPN Rambo bro. Welcome to the stream. Thank you again for the subscription, VPN Rambo bro. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം ഒരു അപ്ഡേറ്റ് എന്തായിരിക്കും എന്നുള്ളൊരു പിടി കിട്ടി എന്ന് ഞാൻ കരുതുന്നു. ഇനി മുതൽ ഇവിടെ സ്ട്രീം ചെയ്യുന്നവർക്കും ഒരു സ്ട്രീമറിന്റെ കൺസെന്റ് ഉണ്ടാവും. ആ കൺസെന്റ് അവര് വായിച്ച് ഉറപ്പുവരുത്തിയാൽ മാത്രമേ അവർക്ക് ഇവിടെ സ്ട്രീമർ ടാഗ് കിട്ടത്തുള്ളൂ. ഇനി മുതൽ എക്സ്ലാൻഡിസിൽ സ്ട്രീം ചെയ്യണമെങ്കിൽ അവർക്ക് ക്രിയേറ്റർ ടാഗ് മസ്റ്റ് ആണ്. എല്ലാവർക്കും ഈ ക്രിയേറ്റർ ടാഗിന് സബ് കൗണ്ട് ഒന്നും ഇല്ല കേട്ടോ. അതായത് നിങ്ങൾക്ക് 0 സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ക്രിയേറ്റർ ടാഗ് നമ്മൾ തരുന്നതായിരിക്കും. ബട്ട് ആ ടാഗ് തരുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു ഫോം വായിച്ച് എഗ്രി കൊടുത്തതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് ക്രിയേറ്റർ ടാഗ് തരുന്നത്. എക്സ്ലാൻഡിസിൽ സ്ട്രീം ചെയ്യുന്ന എല്ലാവരും അവരുടെ സ്ട്രീമിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് ക്രൈറ്റീരിയാസ് ആയിരിക്കും ആ ഫോമിൽ ഉണ്ടാവാൻ പോകുന്നത്. മനസ്സിലായോ? അതായത് ഇപ്പൊ എക്സ്ലാൻഡിസ് സ്ട്രീം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 18+ ടാഗ് നിർബന്ധമാണ്. അതേപോലെ തന്നെ ഡിസ്ക്ലെയിമർ കൊടുക്കണം. സെർവർ ഇപ്പൊ ഡിസ്ക്ലെയിമർ എന്ന് പറഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചുതരാം. മീഡിയ ഫയൽ
ഫിൽറ്റർ എന്തോ ആഡ് ചെയ്യണം അല്ലേ? ഒന്ന് ഒരു ഡിസ്ക്ലെയിമർ കൊടുക്കണം. ഇതിന്റെ സൈസ് നമുക്ക് കുറയ്ക്കാം. ഇതിന്റെ ഒരു സൈഡിലോട്ട് മാറ്റാം. ഉം. കാണുന്നുണ്ടല്ലോ അല്ലേ എന്താണ് ഡിസ്ക്ലെയിമർ എഴുതിയേക്കുന്നതെന്ന്? ഇതല്ല, അവർ സ്വന്തമായിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് അവർക്ക് ഉപയോഗിക്കാം. ഇത് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ഈ ഒരു സാധനം ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇരിക്കട്ടെ. ഓക്കെ, ഇതിന്റെ ഫിൽറ്റർ ആഡ് ചെയ്യണമെന്ന് തോന്നുന്നു. ഫിൽറ്റർ 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 ആഡ്. ഗ്രേ സ്കെയിൽ അല്ലല്ലോ നന്ന്. കളർ കറക്ഷൻ ആണോ? അത് ക്രോമാക്കി ആയിരുന്നു. ഏതായിരുന്നു? ഏതൊരെണ്ണം കൊടുക്കണമായിരുന്നല്ലോ ഇതിന്? ഗ്രീൻ അല്ല, ബ്ലാക്ക് എന്താ കസ്റ്റം കളർ. ഞാൻ ഏത് കൊടുക്കും? ഇതിൽ ഏതൊന്ന് കൊടുക്കണം? ഈ മാങ്ങാണ്ടി അത് പിന്നെ സെറ്റ് ചെയ്യാം. ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെങ്കിൽ ഇപ്പൊ ഏതാ കൊടുക്കണ്ടേ? മാറിയില്ലേ? ബാക്ക്ഗ്രൗണ്ട് മാറിയോടെ ഇപ്പം? ബ്ലൂ കൊടുത്താൽ മാറിയോ? അപ്പോ സംഭവം വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതേപോലെ ഒരു സംഭവം നിങ്ങൾ കൊടുത്തിരിക്കണം. നിങ്ങളുടെ സ്ട്രീമിൽ മസ്റ്റായിട്ടും കൊടുത്തിരിക്കണം. ഒന്ന്, ഇതിന്റെ വലുപ്പം വേണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കാം, വായിക്കുന്ന രീതിയിലാക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻഡ് ആയിരിക്കണം. ഇതേപോലെ തന്നെ അതേപോലെ നിങ്ങളുടെ സ്ട്രീമിൽ ടൈറ്റിലിൽ മെൻഷൻഡ് ആയിരിക്കണം, ടാഗ് ഉണ്ടായിരിക്കണം, 18+ ആണ് നിങ്ങളുടെ സ്ട്രീം എന്നുള്ളൊരു കാര്യം. അത് ബേസ് ചെയ്തിട്ടായിരിക്കും ഇനി മുതൽ എക്സ്റ്റാൻഡീസ് നിങ്ങൾ കളിക്കുവാണെങ്കിൽ സ്ട്രീം ചെയ്യാനുള്ള പെർമിഷൻ കിട്ടണമെങ്കിൽ ചെയ്യേണ്ടത്. അതേപോലെ സിറ്റിക്കകത്തുള്ള ടോക്സിസിറ്റി കാര്യങ്ങൾക്ക് ഒക്കെ ഇപ്പോൾ ഉള്ള ബാൻ ആയിരിക്കത്തില്ല. ഇനി മുതൽ സിവിയർ ആക്ഷൻസ് ആയിരിക്കും വരാൻ പോകുന്നത്. ഇനി മുതൽ ഒരു ടോക്സിസിറ്റി അല്ലെങ്കിൽ ഒരു ലിമിറ്റ് വിട്ട ടോക്സിസിറ്റീസ് നമ്മളെ സെർവറിൽ പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ടോക്സിക് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നിങ്ങൾ 1 മാസം മുതൽ 2 മാസം വരെ പുറത്തിരിക്കാം. മനസ്സിലായോ? മനസ്സിലായോ? അത് MRC നോക്കൂ. നിനക്ക് രൂപന്ത് ഇതെന്തുവാ? എനിക്ക് 2 മന്ത് ആകുമ്പോ 18 ആകും. എന്നെ കളിപ്പിക്കില്ല പപ്പ. മോനെ കോക്കോ, ആലോചിക്കട്ടെ, നമുക്ക് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ മെറ്റ അടിച്ച് കളിക്കുന്നവരുടെ ബാൻഡേജ് കൂടണം. എടുത്ത് കളപ്പ. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്നേക്ക് 4 മന്ത് കൂടെ എന്റെ ഏജ് 18 ആവാൻ അത് എനി പ്രോബ്ലം. മദ്രാവുച്ചിക യെസ്, നിങ്ങൾക്ക് 18 ആവാതെ നമുക്ക് കളിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം ഇന്ത്യൻ IP ആക്ട് പ്രകാരം 18 വയസ്സ് ഏജ് മാൻഡറ്ററി ആണ്. ഓക്കെ, സോ എഗെയിൻ വീണ്ടും പറയുന്നു, നമ്മൾ ഇവിടെ ആരെയും ചിൽഡ്രൻസ്, അതായത് 18 വയസ്സിൽ താഴെയുള്ള ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ റൂള് വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും ഇനി മുതൽ. 18 വയസ്സിൽ മുകളിലുള്ളവർക്ക് മാത്രമേ എക്സ്ലാൻഡസിൽ കളിക്കാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മൾ ഫോം അപ്പായതിനു ശേഷം നിങ്ങൾക്ക് അറൗണ്ട് 14 ഡേയ്സ് 14 ദിവസം ടൈം ഉണ്ടാവും നിങ്ങളുടെ ഏജ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഏജ് വെരിഫൈ ചെയ്യാത്തവർക്ക് 14 ദിവസം കഴിഞ്ഞാൽ കളിക്കാൻ പറ്റത്തില്ല. അവർ ഏജ് വെരിഫൈ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് സർവറിൽ കളിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് 14 ദിവസം നമ്മൾ ടൈം തരുന്നുണ്ട് നിങ്ങളുടെ ഏജ് കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതെല്ലാം വെരിഫൈ ചെയ്ത് ക്ലിയർ ആക്കുക. വൈറ്റ് ലിസ്റ്റ് എപ്പോഴാണ് ഇനി ഓപ്പൺ ആവുന്ന IP? വൈറ്റ് ലിസ്റ്റ് നമ്മൾ ഈ ഒരു സംഭവം ഫോമും കൂടെ സെറ്റ് ആക്കിയിട്ട് ഓപ്പൺ ആകും. കാരണം ഇപ്പൊ നിങ്ങൾ വന്ന് വൈറ്റ് ലിസ്റ്റ് എടുത്ത് നിങ്ങൾ കളി തുടങ്ങി 2 ദിവസം ആകുമ്പോൾ വീണ്ടും വൈറ്റ് ലിസ്റ്റ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് കറന്റ് വൈറ്റ് ലിസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വിത്തിൻ 2 to 3 ഡേയ്സിനുള്ളിൽ നമ്മൾ ഫോം അപ്പാക്കും. ഫോം അപ്പായി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ വൈറ്റ് ലിസ്റ്റ് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് നോർമലി ബാക്കി എന്താണ് പ്രൊസീജിയർ അങ്ങനെ കളിക്കാം. ബ്രോ, ഏജ് 18 മാറ്റി ബ്രെയിൻ 18 ആക്കാനോ? അപ്പോൾ ഇതാണ് സംഭവം. വീണ്ടും പറയുന്നു, ദയവ് ചെയ്ത്
നമ്മൾ ആരെങ്കിലും ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇത് ഇന്ത്യൻ റൂളാണ്. നമുക്കത് ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് വേറൊന്നും ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഇപ്പോൾ കറന്റ്ലി ഗ്യാങ്ങിൽ കളിക്കുന്ന എല്ലാ 18 താഴെയുള്ള ആൾക്കാരെയും എല്ലാ ഗ്യാങ്ങുകളും സെൽഫ് റിമൂവൽ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ പറയാൻ പോവുകയാണ്. ഇതാദ്യം ചെയ്യാൻ പോകുന്ന കാര്യം. സെക്കൻഡ് തിങ്, സെർവറിലെ വൈറ്റ് ലിസ്റ്റ് നമ്മൾ സോർട്ട് ചെയ്തിട്ട് 18 താഴെയുള്ള ഏജ് ഉള്ള എല്ലാ ആൾക്കാരുടെയും വൈറ്റ് ലിസ്റ്റ് നമുക്ക് റിവോക്ക് ചെയ്യേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, ബാക്കി സെർവറിലുള്ള എല്ലാവർക്കും ഏജ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോം അപ്പ് ആയതിനു ശേഷം, അതായത് ഇപ്പോൾ ലെറ്റ്സ് സേ ഇന്ന് ഡേറ്റ് 27, ഓക്കെ, ജൂൺ 1 ഫോം അപ്പ് ആവുന്നതെങ്കിൽ ജൂൺ 14 വരെ നിങ്ങൾക്ക് ടൈം ഉണ്ടായിരിക്കുന്നതായിരിക്കും നിങ്ങളുടെ ഏജ് സ്വന്തമായിട്ട് വെരിഫൈ ചെയ്യാൻ. അതായത് ഓണായിട്ട് ഞാൻ 18 വയസ്സാണ് എനിക്കുള്ളത് എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടും വളരെ നല്ല സമയത്തിൽ കൂടാണ് കടന്നു പോകുന്നത്. തൽക്കാലം ഇത് ഇവിടെ ഇരിക്കട്ടെ. ആ നമുക്ക് തൽക്കാലം നമുക്ക് ഇത് മാറ്റി. അങ്ങനെ കച്ചേരിയുടെ കാര്യത്തിൽ തീരുമാനമായി. പാവ അശ്വിൻ അശ്വിൻ ബ്രോ, എനിക്ക് കസേര അശ്വിൻ ബ്രോ ആയിട്ടോ വാങ്ങി തന്നെ. ഇനിയിപ്പോ പുള്ളിയോട് ഞാൻ എന്ത് പറയും? ഈ പേരന്റ് ഡിസിഷൻ കൂടെ നോക്കണം ഗൈസ്. സി, ഇന്ത്യൻ ലോ പ്രകാരം പേരന്റ് കൺസേൺ എന്ന് പറയുന്ന ഒരു സാധനം വാലിഡ് അല്ല. മനസ്സിലായോ? ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന പേരന്റ് അല്ല, അല്ലെങ്കിൽ പേരന്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അവരുടെ മോണിറ്ററിംഗിൽ പിള്ളേരെ കളിപ്പിക്കണം. നമുക്ക് അത് പോസിബിളും അല്ല. കാരണം ഇവിടെ അതായത് ഈ ഇന്ത്യൻ റൂൾ പ്രകാരം പേരന്റ് കൺസെന്റ് കൊടുത്ത് നമ്മൾ പ്ലേയേഴ്സിനെ കളിപ്പിക്കുകയാണെങ്കിൽ പോലും പറയുന്ന പ്ലെയറിനെ നിയമം, അതായത് ലീഗലി ആ പ്ലെയർ തന്നെ അവരൊരു ചൈൽഡ് ആയിട്ടാണ് കാണുന്നത്. മനസ്സിലായോ? അതായത് ഈ പറയുന്ന 18 വയസ്സിൽ താഴെയുള്ള ആർക്കും ഒരു പേരന്റ് കൺസെന്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രൂപേണ ഒരു എഗ്രിമെന്റിലോട്ടോ ഇതിലൊന്നിലോട്ടോ അവർക്ക് ഏർപ്പെടാൻ സാധിക്കില്ല. മനസ്സിലായോ? നമ്മൾ ഇതിന്റെ പല സൈഡുകളും നോക്കി, നമ്മൾ ലീഗൽ അഡ്വൈസറിനെ കണ്ടു, അവരോട് കാര്യം സംസാരിച്ചു, നമ്മുടെ കൺസേൺസ് കാര്യങ്ങളെല്ലാം അഡ്രസ് ചെയ്തു. അപ്പൊ അവർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നായിരുന്നു. മനസ്സിലായോ? അപ്പൊ ഇന്നലത്തെ ആർക്കും മിസ് ചെയ്തു. സത്യടാ. അപ്പോൾ 18 വയസ്സിൽ താഴെയുള്ള ആർക്കും ഒരു നിയമപരമായ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ സാധിക്കില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, പേരന്റ് കൺസെന്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇവിടെ അവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന അവരുടെ പേരിലും ഒക്കെ ആയിരിക്കും, അത് പോസിബിൾ അല്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ അത് സെർവറിന്റെ ഫെയിലിയർ ആണ്. അവർ ഏജ് വെരിഫൈ ചെയ്യാൻ നോക്കി, സെർവറിന്റെ ഫെയിലിയർ ആണെന്നുള്ള രീതിയിൽ അത് വരത്തുള്ളൂ. അപ്പോൾ നമുക്കത് പോസിബിൾ ആയിരിക്കത്തില്ല. ഇവിടെ ഏജ് വെരിഫിക്കേഷൻ ഓട്ടോമേറ്റഡ് ആയിരിക്കും. ഒരിക്കലും നമ്മൾ ആരുടെയും ആധാർ കാർഡോ അല്ലെങ്കിൽ ഡീറ്റെയിൽസോ ഇനി മുതൽ വാങ്ങില്ല. അത് നമ്മുടെ DPDP ആക്ട് പ്രകാരം അത് ചെയ്യാൻ പാടില്ല. സോ അതുകൊണ്ട് ഏജ് വെരിഫിക്കേഷൻ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിരിക്കും. ലൈസൻസ്ഡ് ആയിട്ടുള്ള അതോറിറ്റീസ് ത്രൂ ആയിരിക്കും നമ്മൾ ഏജ് വെരിഫൈ ചെയ്യുന്നത്. അതിൽ ചില പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും.